ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ലോങ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുന്നായിട്ടൊക്കെ ഒരു ബാക്ക്ലോഗ് തീർക്കാനുണ്ടായിരുന്നു. അത്യാവശ്യം ബാക്ക്ലോഗ്സൊക്കെ ഉണ്ട്. അപ്പം രാവിലെ ഫസ്റ്റ് ഇരുന്നിട്ട് ഒരു ബോട്ടണി ചാപ്റ്റർ, ബയോടെക്നോളജീൻ്റെ ചാപ്റ്ററിലായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് രാവിലെ ഇരുന്നിട്ട് കണ്ടു തീർത്തു. അപ്പോൾ ബയോളജി ക്ലാസ് കാണുമ്പോൾ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ എങ്ങനെയെങ്കിലും പറ്റുന്ന പോലെ ഒന്ന് പഠിക്കലാണ്. കാരണം അതിനായിട്ട് അത് ക്ലാസ് കണ്ടു കഴിഞ്ഞ് പിന്നെ പിന്നെ പഠിക്കാൻ വിചാരിച്ചിട്ടാണ് പിന്നെ അതിനെ പഠിക്കാതിരിക്കില്ല. അപ്പോൾ ബയോളജി ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് നേരം ക്ലാസ് പോസ് ചെയ്ത് വെച്ചിട്ട് ആ പഠിപ്പിച്ചൊരു പാരഗ്രാഫ് ആണെങ്കിൽ അത് മര്യാദയ്ക്കിരുന്നു ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കി. പിന്നെ അതിൽ തന്നെ ക്വസ്റ്റ്യൻസൊക്കെ കാണിക്കുന്നതൊക്കെ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കലാണ്. അപ്പോൾ എനിക്കിപ്പോഴും കുറച്ച് ബാക്ക്ലോഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് പോർഷൻസ് ഏകദേശം ജനുവരി ഒരു ഹാഫ് ആകുമ്പോഴാണ് തീരാമെന്ന് പറഞ്ഞത്. അപ്പം എന്തായാലും ബാക്ക്ലോഗ് എന്നുള്ള സംഭവം ഇപ്പം ഞാൻ അൾട്ടിമേറ്റായിട്ട് വിചാരിക്കുന്ന എന്തായാലും ഒരു ജനുവരി ആ ഒരു ടൈം ആകുമ്പോഴത്തേന് എന്തായാലും ബാക്ക്ലോഗും പിന്നെ നമ്മളെ ലൈവ് ക്ലാസ്സസും എല്ലാതും കണ്ട് കഴിഞ്ഞ്, അതായത് നമ്മൾ ക്ലാസ് കാണാമെന്നുള്ളൊരു സംഭവം തന്നെ ഒരു ജനുവരി ഹാഫ് ആക്കുമ്പോൾ അതൊരു ഫുൾ കഴിക്കണം. പിന്നെ ഫെബ്രുവരി എന്നുള്ള ഫെബ്രുവരി ജനുവരി ലാസ്റ്റ് മുതൽ തന്നെ ശരിക്കും റിവിഷനുമായിട്ടൊക്കെ അങ്ങനെ പോകണം എന്നൊക്കെയാണ്. അപ്പോൾ ഒക്ടോബർ വരെയുള്ള ഇത്രയും മാസങ്ങൾ, ജൂൺ മുതൽ ഒക്ടോബർ വരെ മാസങ്ങൾ എടുത്ത് നോക്കുമ്പം ഞാൻ അത്രയും നല്ല പ്രൊഡക്റ്റീവായിട്ടൊന്നുമില്ലായിരുന്നു. കുറേ സ്ഥലത്ത് നല്ലപോലെ പോകും, പിന്നെ കുറച്ച് ഡൗൺ ആയിട്ട് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും ഉഴപ്പാനോ ഒന്നിനും നമുക്ക് ടൈം ഇല്ലല്ലോ. അപ്പം ലാസ്റ്റ് ടൈമിലോട്ട് ഏകദേശം അടുത്ത പോലെ തന്നെയാണ്. കുറച്ച് മാസങ്ങൾ എനിക്ക് മുന്നിലുള്ളൂ. അപ്പോൾ ലാസ്റ്റുകൾക്ക് അടുത്തപ്പോൾ നമ്മളെ പോർഷൻസ് ഏകദേശം കുറച്ച് ഹെവി ആയിട്ടുള്ള ചാപ്റ്റേഴ്സൊക്കെയാണ്. ഇപ്പം നമുക്ക് പ്ലസ് ടുവിലൊക്കെ ചാപ്റ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്തപ്പം ചിലതൊക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം എനിക്കിങ്ങനെ ചില ചാപ്റ്റേഴ്സൊക്കെ നോക്കുമ്പം ചിലത് ഇപ്പോഴും ഇങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ ചിലത് കിട്ടുന്നില്ല, അങ്ങനെ ഒരു സ്റ്റക്കായി നിൽക്കലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ തന്നെ എന്നെ മോട്ടിവേറ്റ് ചെയ്യലാണ്. മീൻസ് നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്താൽ റെഡി ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, സെൽഫ് മോട്ടിവേഷനൊക്കെയാണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളൊക്കെ. പിന്നെ കുറച്ച് പേര് ഞാൻ ഷോർട്സിലൊക്കെ ഇതേപോലെ മിനി വ്ളോഗൊക്കെ ഇടുമ്പം GIBൻ്റെ സ്കോറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കറക്റ്റ് എൻ്റെ GIBൻ്റെ സ്കോർ ഇത്രയൊന്നും കറക്റ്റ് എടുത്ത് പറയാത്ത വെച്ചാൽ എനിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഇല്ല പറയാനായിട്ട്. അപ്പം സെക്കൻഡ് GIB വെച്ച് നോക്കുമ്പം തേർഡ് സിമ്പിളായിരുന്നു. പക്ഷേ ഞാൻ എന്താ പറയുക, കംപ്ലീറ്റ് പോർഷൻസ് ഒന്നും ഏകദേശം കവർ ചെയ്യാതെയായിരുന്നു ആ എക്സാം എഴുതാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ബയോളജി ഏകദേശം നല്ല രീതിക്ക് പഠിച്ചു, അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ കെമിസ്ട്രി ഫിസിക്സ് വരുമ്പം ക്വസ്റ്റ്യൻ പേപ്പർ സിമ്പിളായിരുന്നു. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യനൊക്കെ ഓരോന്ന് വായിച്ച് നോക്കുമ്പോൾ ചിലതൊക്കെ ഇക്വേഷന് പഠിക്കാതെ പോയതുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും ചിലപ്പോൾ ആ ഇക്വേഷൻ ചില ക്വസ്റ്റ്യൻസൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസാണ്. ഇക്വേഷൻ അറിഞ്ഞാൽ നമുക്ക് അപ്പോൾ അവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അപ്പം പറ്റുന്നത് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെയ്തതിൽ തന്നെ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് എന്തായാലും എക്സ്പെക്റ്റ് ചെയ്ത മാർക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ എത്രയാണ് കറക്റ്റ് സ്കോറ് റിവീൽ ചെയ്യാത്തത്. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ക്ഷീണം കാര്യങ്ങളൊക്കെ അടുത്ത എക്സാമിലൂടെ അത് റെഡിയാക്കി എക്സ്പെക്റ്റ് ചെയ്ത സ്കോറിനെക്കാട്ടും വാങ്ങിക്കണം. അപ്പോൾ ഇപ്പോൾ നമുക്ക് നാലാമത്തെ GIBൻ്റെ എക്സാക്റ്റ് ഡേറ്റ് എന്നത് ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പം എന്തായാലും ഈ മാസം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിരുന്നു നവംബറിൽ. പിന്നെ ഇപ്പം അടുത്ത പാരൻറ്റ്സ് മീറ്റിംഗ് ഉണ്ടായതുകൊണ്ട് അപ്പോൾ അതിൽ ടീച്ചേഴ്സ്മാർ പറഞ്ഞിട്ടായിരുന്നു ഇനി എന്തായാലും ഡിസംബർ സെക്കൻഡ് വീക്ക് ഫസ്റ്റ് വീക്കൊക്കെ ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക എന്നൊക്കെ. ഇപ്പോൾ ഇനി നമുക്ക് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾ എണ്ണാന്നേക്കാട്ടും നല്ല കുറച്ച് ദിവസങ്ങൾ മാത്രമല്ലല്ലോ, ഒരു 180 ആ ഒരു റേഞ്ചിലൊക്കെ ദിവസങ്ങൾ ഇപ്പം ബാക്കിയുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ ആരെങ്കിലും മടി പിടിച്ചൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളതിന് എണീച്ച് മാറണം, ഇനി പഠിക്കാതിരിക്കണം. നമ്മൾ ഈ ലാസ്റ്റ് ഈ ഒരു മന്ത് ഡിസംബർ നവംബറിലൊക്കെ തന്നെ നമ്മൾ ശരിക്കും നല്ല രീതിക്ക് പെർഫോം ചെയ്താൽ നമ്മൾ എഫേർട്ട് ഇട്ട് പഠിക്കുകയാണെങ്കിൽ കിട്ടുകയൊക്കെ ചെയ്യും. കുറേ പേരുടെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മളെക്കൊണ്ട് പറ്റുന്ന എഫേർട്ട് നമ്മൾ ഇട്ടിട്ട് മാക്സിമം പഠിക്കുക. അപ്പം ഞാനിപ്പോൾ ആ ഒരു ഇതിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ലാതെ ഇപ്പം എല്ലാ ദിവസങ്ങളും പച്ചനത്തോളം ലൈവ് ക്ലാസ് വരെയിട്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പോർഷൻസൊക്കെ എടുത്തിട്ട് ആദ്യത്തൊക്കെ പഠിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ദിവസങ്ങളും എനിക്ക് ആദ്യത്തെ പോർഷൻസ് എടുത്ത് റിവൈസ് ചെയ്യാൻ ടൈം കിട്ടാറൊന്നുമില്ല. കാരണം ഇപ്പോൾ നമുക്ക് കുറച്ച് ദിവസമായിട്ട് നമുക്ക് റെഗുലർ ക്ലാസ്സിൽ കുറച്ച് ടൈമിൽ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പം ആദ്യം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പം ഈ ഒരു നവംബർ ഫസ്റ്റൊക്കെ വരെ നമുക്ക് 4 ക്ലാസ്സസ് ആയിരുന്നു ടോട്ടൽ ഉണ്ടായിരുന്നത്. അതായത് നമുക്ക് ഒരു 9:30 മുതൽ സ്റ്റാർട്ട്, രാവിലെ 9:30 ടു വൈകുന്നേരം 5:30 വരെ ക്ലാസ്സസ് ഉണ്ടാവുക. പിന്നെ അത് കഴിഞ്ഞ് സെൽഫ് സ്റ്റഡി ടൈം എന്ന് വെച്ചാൽ രാത്രി നമുക്ക് പറ്റുന്നിടത്തോളം പഠിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് കുറച്ച് പേര് ചോദിക്കാറുണ്ട് എത്ര ഹവേഴ്സ് ഡെയിലി പഠിക്കും. അപ്പം
ഡെയിലി ഇത്ര ഹവേഴ്സ് ഇപ്പോൾ ഫിക്സഡ് ആയിട്ടില്ല. എന്നാലും രാവിലത്തെ ഒരു ടൈമിൽ ലൈവ് ക്ലാസ്സസ് കാണും. പിന്നെ രാത്രി എന്തായാലും എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് 11 മണി 12 മണി വരെ ഇരിക്കാൻ നോക്കാറുണ്ട്. പിന്നെ അതിൽ തന്നെ വേറെ വിഷയങ്ങളായിരുന്നു. രാവിലെ ചിലപ്പം 4 ക്ലാസ്സസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ ആ 4 ക്ലാസ്സസും കറക്റ്റ് ആ ടൈം 5:30 ഉള്ളിൽ കണ്ടു തീർക്കാൻ പറ്റാറില്ല. അപ്പോൾ പിന്നെ ഇപ്പം ഏത് ക്ലാസ്സിലപ്പോൾ ലാഗ് വന്നിട്ടില്ല, അപ്പോൾ അത് ഞാൻ പിന്നെ രാത്രി ഫസ്റ്റ് ആ ഒരു ലൈവ് ക്ലാസ് കണ്ട് തീർത്തിട്ട് പിന്നെ പഠിക്കാതിരിക്കുമ്പോഴത്തേന് ഏകദേശം ടൈമായി. അപ്പം എല്ലാ ദിവസവും എനിക്ക് ഫസ്റ്റത്തെ പോർഷൻസൊക്കെ എടുത്ത് എല്ലാതും റിവൈസ് ചെയ്യാൻ പറ്റാറൊന്നുമില്ല. പിന്നെ മന്ത്ലി വൺസ് ആയിട്ട് നമുക്ക് GIB അല്ലെങ്കിൽ ഗ്രാൻഡ് ടെസ്റ്റ് ആയിട്ട് വരാറുണ്ട്. അപ്പം GIB എല്ലാ മാസങ്ങളും ഇല്ല, അത് എത്രയോ 35-40 ദിവസത്തിൻ്റെ ഗ്യാപ്പിലാണ് വരിക. പക്ഷേ ഗ്രാൻഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു എക്സാം ഓഫ്ലൈനായിട്ടില്ല, ഓൺലൈനായിട്ട് 720 ഒരു എക്സാമാണ്. അപ്പോൾ അത് നമുക്ക് എല്ലാ മാസങ്ങളും ലാസ്റ്റ് അടുത്തിട്ട് നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ആ ഒരു എക്സാം ടൈം ആകുമ്പോഴത്തേന് ആ ലാസ്റ്റത്തെ ഒരു വീക്ക് എന്തായാലും ഫസ്റ്റത്തെ പോർഷൻസൊക്കെ ഓരോ ദിവസം പറ്റുന്നിടത്തോളം റിവൈസ് ചെയ്ത് നോക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് പോർഷൻസൊക്കെ ഡെയിലി എല്ലാ ദിവസവും ചെയ്യൽ എനിക്ക് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, ഇപ്പോൾ നമുക്ക് 2-3 ദിവസമായിട്ട് എന്താ പറയുക, ഒരു ദിവസം 2 ക്ലാസ്സസേ ഉള്ളൂ. പക്ഷേ ഒരു ക്ലാസ്സിലെ ഡ്യൂറേഷൻ വന്നിട്ട് 3 മണിക്കൂറാണ്. അപ്പം 3 മണിക്കൂറൊക്കെ ബയോളജി പിന്നെ കുഴപ്പമില്ല, 3 മണിക്കൂറായിട്ട് എടുക്കില്ല. പകരം ആ സെഷൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് കുറച്ച് ഗ്യാപ്പൊക്കെ തന്നിട്ട് എടുക്കാറില്ല. പിന്നെ ഫിസിക്സും കെമിസ്ട്രി ആകുമ്പം ഒറ്റയടിക്ക് 3 മണിക്കൂറിൻ്റെ ക്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അപ്പം 3 മണിക്കൂറൊക്കെ കറക്റ്റ് ഇരിക്കാൻ ചെറിയ മടിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഞാൻ ഓരോ മണിക്കൂർ കഴിയുമ്പോഴത്തേന് ഗ്യാപ്പ് എടുത്ത് വെള്ളം കുടിക്കാൻ പോകും, കുറച്ച് അവിടെ നടന്ന് അങ്ങനെയൊക്കെ വന്നിട്ടാണ് ആ ഒരു ക്ലാസ്സസൊക്കെ കണ്ട് തീർക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് ഏകദേശം എല്ലാ സബ്ജക്ട്സ് ആയാലും +2 ചാപ്റ്റേഴ്സൊക്കെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഓൺഗോയിങ് ആണ്. അപ്പം ബയോളജി ഏതായാലും പോർഷൻസ് കഴിയാറായിട്ടുണ്ട്. പിന്നെ ഫിസിക്സിൽ അത്യാവശ്യം കുറച്ചുകൂടെ ഉണ്ട്, ചാപ്റ്റേഴ്സ് ബാക്കിയുണ്ട്. പിന്നെ കെമിസ്ട്രി നോക്കുമ്പം നമുക്ക് ഓർഗാനിക് കെമിസ്ട്രി ഇപ്പം ഓൺഗോയിങ് ആണ്. അപ്പം കുറച്ച് ചാപ്റ്റേഴ്സ് കൂടെ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഫിസിക്സിലൊക്കെ പ്രത്യേകിച്ച് ഇപ്പം +ത്തെ ചാപ്റ്റേഴ്സ് വയ്ക്കുമ്പോൾ ആദ്യത്തെ കുറച്ച് കറണ്ട് ചാർജൊക്കെ ഡിപ്പെൻഡ് ചെയ്ത ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ കുറച്ചൊരു രീതിക്ക് നോക്കുമ്പോൾ വെയിറ്റേജുള്ള ചാപ്റ്റേഴ്സ് ആണ്. കുറച്ച് ചില ഏരിയാസൊക്കെ കുറച്ച് ടഫൊക്കെയാണ്. അപ്പം പിന്നെ നമുക്ക് ക്ലാസ്സിൽ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യിപ്പിക്കുന്നുണ്ട്. പിന്നെ വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ ചെയ്യാൻ എന്തായാലും ടൈം ഉണ്ടാവത്തില്ല. ഈ ഒരു ജാനുവരി വരെ എൻ്റെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ബാക്ക്ലോഗ്സ് എന്തായാലും അങ്ങനെ കണ്ട് പോയിക്കൊണ്ടിരിക്കുക. എന്തായാലും ജാനുവരി ഹാഫ് ആകുമ്പോഴത്തേനും ഫുൾ പോർഷൻസ് എൻറ്റയർലി എല്ലാ ചാപ്റ്റേഴ്സും 1 ടൈമെങ്കിലും കണ്ട് നോട്ട്സ് ഉണ്ടാക്കുക. അതിന് ശേഷം പിന്നെ നമുക്ക് വലിയ രീതിക്കുള്ള റിവിഷനൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഈ ഒരു ടൈം വരെ എന്തായാലും ഇപ്പം നല്ലോണം ടൈം ഇങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നൊന്നുമില്ല. അപ്പം എന്തായാലും ക്ലാസ്സസ് കണ്ടുപോവുക, പഠിക്കുക. ക്ലാസ് കാണുമ്പോൾ ക്ലാസ് മാത്രം കണ്ടുപോകുമല്ലോ, അപ്പോൾ പഠിക്കുന്നുണ്ട്. അപ്പം എന്തായാലും എൻ്റെ ഒരു മെയിൻ ഇപ്പോഴത്തെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ അങ്ങനെയാണ്. ജാനുവരി ഹാഫ് ആകുമ്പോഴത്തേനും പോർഷൻസ് എന്തായാലും എല്ലാതും കണ്ട് തീർക്കണം. പിന്നെ ഇതേപോലെ ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി വെക്കണം. അപ്പോൾ നമുക്ക് ആ ലാസ്റ്റ് ടൈം ആകുമ്പോഴത്തേനും റിവിഷൻ ചെയ്യാനാണെങ്കിൽ നല്ല ചെറിയ ക്വിക്കായിട്ടുള്ള ഷോർട്ട് നോട്ട്സ് എനിക്ക് അങ്ങനെ റെഫർ ചെയ്യാം. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ഒരു പ്ലാനിങ് എന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കുന്ന മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്നുള്ള ചാപ്റ്ററിൻ്റെയാണ്. അപ്പം ഇപ്പോൾ ഉള്ള ഫിസിക്സ് ചാപ്റ്റർ ഏകദേശം കണ്ടൻറ്റും കുറേ ഇക്വേഷൻസൊക്കെ ഉള്ള ചാപ്റ്ററാണ്. ഞാൻ ഈ ലാസ്റ്റുകൾക്ക് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ ഷോർട്ട് നോട്ട്സൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇതൊക്കെയാണ് എൻ്റെ കുറച്ച് ദിവസത്തെ അപ്ഡേറ്റ്സ് എന്ന് വെച്ചാൽ. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഓൺഗോയിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ വീഡിയോ.